അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈസാ നബി അലൈഹി സ്വലാമിന്റെയും മുമ്പ് നബിയായിട്ട് വരികയും എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു നബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരുപാട് വ്യത്യസ്തമായുള്ള കാഴ്ചകളുള്ള ഒരു നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നബിയുല്ലാഹി ദാനിയേൽ അല്ലെങ്കിൽ ദാനിയേൽ നബി എന്ന് പറയുന്ന ഒരു നബിയുടെ ഖബറും അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചരിത്രങ്ങളുമാണ്. ഇപ്പോൾ ഈ കാണുന്ന പള്ളി എന്ന് പറയുന്നത് ദാനിയേൽ നബിയുടെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ്. രണ്ട് പള്ളികളാണ്, കയറി ചെല്ലുന്നവർത്തൊരു പള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പള്ളി, അത് കഴിഞ്ഞിട്ട് ഉള്ളിലൊരു റൂം, ആ റൂമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടാണ് രണ്ട് ഖബറുകളുണ്ട്. ഒന്ന് ദാനിയേൽ നബി എന്ന് പറയുന്ന ഒരു നബിയുടെയും അതേപോലെ ലുക്മാനുൽ ഹക്കീം എന്ന് ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയും ഖബർ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു നബിയാണ് ദാനിയേൽ നബി. കാരണം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒക്കെ മുമ്പ് തന്നെ ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെടുകയും എന്നാൽ അവരെ മറവ് ചെയ്യാതെ കാലങ്ങളോളം നീണ്ട അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം സഹാബത്താണ് അവരെ കാണുന്നതും മറവ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചരിത്രമുള്ള ആളാണ് ദാനിയേൽ നബി. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഖുർആനിലൊന്നും പരാമർശിക്കപ്പെട്ട ഒരു നബിയല്ല നബിയുല്ലാഹി ദാനിയേൽ എന്ന് പറയുന്ന നബി. അവരെക്കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റിവായത്തിൽ ഇബ്നു ശബ്ബാർ റഹിമഹുല്ലാഹ് അതേപോലെ പല വ്യത്യസ്തമായിട്ടുള്ള റിവായത്തുകളും കാര്യങ്ങളും മിക്സായി കിടക്കുന്ന ഒരു ചരിത്രമാണ്. അതിൽ ഏറ്റവും നമുക്ക് അവലംബമായിട്ട് തോന്നുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബൂ ബുർദ റളിയല്ലാഹു അൻഹു, പ്രമുഖ താബിയാണ്, ഫഖീഹാണ്. ഇത് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതാട്ടോ, ഇനി ഇത് അടിയിലേക്ക് ഇറങ്ങി പോകണം, അതായത് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി പോയിട്ടാണ് ആ ഒരു ഖബറുള്ളത്. അപ്പോൾ അബൂ ബുർദ റഹിമഹുല്ലാഹിന്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, രണ്ട് സിംഹങ്ങൾക്ക് നടുവിൽ ഒരു മനുഷ്യക്കുട്ടി കിടക്കുന്ന രീതിയിലുള്ള ഒരു മോതിരം. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ഒരു വെറൈറ്റി മോതിരം, ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളൊരു താബിയായ ഫഖീഹായ ഒരു ആലിമാണ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഇങ്ങനെ ഒരു മോതിരം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ചരിത്രം പറയുന്നുണ്ട്, ഞങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ സമയത്ത്, ഇസ്ലാമിലെ ഫുതുഹാത്തുകളുടെ സമയം, ഓരോ രാജ്യങ്ങളും സ്ഥലങ്ങളും ഇങ്ങനെ കീഴടക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഞങ്ങളൊരു നാട് കീഴടക്കിയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അതായത് രണ്ട് ഖബറുകളാണ്, ഒന്ന് ദാനിയേൽ നബിയുടെയും ഒന്ന് ലുക്മാനുൽ ഹക്കീം എന്നവരുടെയും. അപ്പോൾ ഞങ്ങളൊരു നാട് കീഴടക്കിയ സമയത്ത് അവിടെ ഒരു ജനാസ ഉണ്ട്, ആ നാട്ടുകാർ മറവ് ചെയ്യാതെ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ജനാസിൻ്റെ വിരലിലുണ്ടായിരുന്ന മോതിരാണ് ഈ സംഭവം. അപ്പോൾ ആ നാട്ടുകാരോട് ചോദിച്ചിട്ടോ, ഇതാണ് ഇപ്പോൾ നബിയുല്ലാഹി ദാനിയേൽ എന്ന് പറയുന്നത് ദാനിയേൽ നബിയുടെ ഖബർ, അതിൻ്റെ അപ്പുറത്തുള്ളത് മഹാനായ ലുക്മാനുൽ ഹക്കീം എന്നവരുടെ. അപ്പോൾ ഞങ്ങളെ നാട്ടുകാരോട് ചോദിച്ചു, എന്താണ് ഈ ജനാസ ഇങ്ങനെ കടത്തിയിരുന്നു, ഈ ജനാസക്ക് ഒരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല, എന്ന് മരിച്ചതാണ്, എപ്പോൾ മരിച്ചത്, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞത് ഇത് ഒരു ദാനിയേൽ നബി എന്ന് പറയുന്ന ഒരു നബിയാണ്, ഇദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ ആളാണ്, പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും മറവ് ചെയ്തിരുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും മഴയോ കാര്യങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഈ ജനാസ എടുത്ത് പുറത്ത് വെക്കും, അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ പെയ്യും, ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും തന്നെ റൂമിലേക്ക് മാറ്റി വെക്കും, അങ്ങനെയാണ് മറവ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു ജനാസയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഹാബത്തും താബിയങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അവരെന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതും, ഇങ്ങനെ ഒരു ജനാസ കണ്ടിട്ടുണ്ട്, മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അത് ദാനിയേൽ നബി എന്ന് പറയുന്ന നബിയാണ്, നബിമാരുടെ ശരീരം എന്ത് ചെയ്യില്ല, മണ്ണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നശിച്ചു പോവുക മറ്റൊന്നും ചെയ്യൂല, മരിച്ചുപോയി അരച്ചിട്ട്. അപ്പോൾ എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യുക, ആ ഒരു ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കണം, അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ പകൽ സമയത്ത് എന്ത് ചെയ്യുക, 13 ഖബറുകൾ കുഴിക്കുകയും അതിലേതെങ്കിലും ഒരു ഖബറിൽ അവരെ മറവ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാമിന് മുമ്പൊക്കെ നബിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ജനാസ മറവ് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും താബിയങ്ങളും അടങ്ങിയിട്ടുള്ളവരാണ്. മഹാനായ നബിയുള്ളാഹി ദാനിയേൽ അവരുടെ ചരിത്രം പറയുന്നത് ബഖ്തനസർ അല്ലെങ്കിൽ ബുഖ്തൻസർ എന്നൊക്കെ പറയുന്ന പല രീതിയിലും പറയപ്പെടുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ദഅഫുള്ള ഒരു ഹദീസിൽ കാണാം, ലോകം മൊത്തം ഭരിച്ച 4 പേരാണുള്ളത്, 2 മുഅ്മിനീങ്ങളും അതേപോലെ 2 കാഫിരീങ്ങളും. ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സുലൈമാൻ നബിയും അതേപോലെ ദുൽഖർനൈൻ, ഇവർ 2 പേരുമാണ് അതായത് വിശ്വാസികളായിട്ടുള്ള ലോകം മൊത്തം മരിച്ച 2 രാജാക്കന്മാർ. പിന്നെ മുശ്രിക്കീങ്ങളായിട്ടുള്ള 2 പേര് എന്ന് പറയുന്നത് ഈ ബുഖ്തൻസറും അതേപോലെ തന്നെ നമ്രൂദും, ഇവർ 2 പേരുമാണ് ലോകം മൊത്തം അടക്കി ഭരിച്ച 4 പേര് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഈ ബുഖ്തൻസറിൻ്റെ കാലഘട്ടത്തിലാണ് അത്ര മഹാനായ ദാനിയേൽ നബി വന്നിരുന്നത്. ദാനിയേൽ നബി ജനിക്കുന്ന ദിവസം അന്നത്തെ രാജാവിനോട് എന്ത് ചെയ്തു, അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, അന്നത്തെ അവിടുത്തെ ആ ഒരു പൂജാരിമാർ കാര്യങ്ങളൊക്കെ കൊട്ടാരത്തിലുള്ളവരൊക്കെ പറഞ്ഞു, അത്ര ഇന്ന് രാത്രി ജനിക്കുന്ന ഒരു കുട്ടിയായിരിക്കും നിങ്ങളുടെ ഈ രാജ്യത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രാജാധികാരത്തിനൊക്കെ ഭീഷണിയായിട്ട് അതൊക്കെ ഇല്ലാതാക്കുന്നത് ഇന്ന് ജനിക്കുന്ന ഒരു ആൺകുട്ടിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജാവ് കൽപ്പിച്ചു ഇന്ന് രാത്രി ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും വധിക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ എന്ത് ചെയ്തു, ഈ മഹാനായ ദാനിയേൽ നബി അന്നാണ് ജനിച്ചത്. അപ്പോൾ അവരുടെ ഉമ്മ എന്ത് ചെയ്തു, കുട്ടീനെ അവർ വധിക്കുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു, നേരെ കാട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, സിംഹത്തിൻ്റെ ഒരു മട ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ടു എന്നാണ്. പക്ഷേ അതിൻ്റെ പിറ്റേന്നൊക്കെ ആ ഉമ്മ പിന്നീട് വന്ന് നോക്കുന്ന സമയത്ത് ഈ ദാനിയേൽ നബി എന്ന് പറയുന്ന ഈ കുട്ടീനെ എന്ത് ചെയ്തില്ല, സിംഹങ്ങൾ തിന്നുകയോ മറ്റോ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്തു, അവരെങ്ങനെ നക്കി തുടച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു ചരിത്രം മഹാനായ ദാനിയേൽ നബി ഒരുപാട് കാലത്തിന് ശേഷം അവർ ഈ ചരിത്രം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവർ അള്ളാഹുവിൻ്റെ ആ നിഅമത്ത്, അതായത് തന്നെ കുട്ടിക്കാലത്ത് സിംഹങ്ങളുടെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് പോലും അവയൊന്നും ചെയ്യാതെ അവ എന്നെ സംരക്ഷിച്ച ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്
അതുകൊണ്ടാണ് അത്ര അവർ മോതിരത്തിൽ എന്ത് ചെയ്തു, 2 സിംഹങ്ങൾ ഇങ്ങനെ ഒരു തൊട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ രൂപം എന്ത് ചെയ്തു, അവർ മോതിരത്തിൽ അള്ളാഹുവിൻ്റെ ഞാമത്തെ എപ്പോഴും ഓർക്കാൻ വേണ്ടി ഒരു മോതിരത്തിൽ ആലേഖനം ചെയ്തിട്ട് സ്വയം ധരിക്കുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു നബിയുടെ മക്ബറയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ലുക്മാനുൽ ഹക്കീം എന്ന് പറയുന്ന സൂറത്തു ലുക്മാനിലൊക്കെ പറയപ്പെടുന്ന ആ ഒരു മഹാനായ ഒരു നബിയാണ് എന്നും അല്ല ഒരു സാലിഹായ മനുഷ്യനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. ഈജിപ്ത് യാത്ര ഒരിക്കലും എന്തില്ല ഒരാളും മോശം പറയുന്ന ഒരു യാത്രയല്ല, കാരണം അത്രയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഒക്ടോബർ 20 നമ്മൾ അടുത്ത യാത്ര വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.